ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അതിരടിയും കോസ്മിക് സാംസണും അതെ. എനിക്ക് രണ്ട് ഇതിൻ്റെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടും ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു സമയത്ത് ഞാൻ നീലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന് എനിക്ക് ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. നീലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല ഡയലോഗ് ഇല്ല. ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചു. പുള്ളി പറഞ്ഞു, ഒരു നല്ല നടന് ഡയലോഗ് വേണമെന്നില്ല ആരോമൽ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ആക്ച്വലി ശരിയാണ്, ഒരു നല്ല നടന് പെർഫോം ചെയ്യാൻ ഡയലോഗ് വേണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാനിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സത്യത്തിലൊരു അൽക്കുലത്ത് മട്ട എൻ്റെ തൊട്ട് പറ്റേക്കൂടെ ഒരു ഓടി Q7 പോകണം, KL 45 Q7. അതിനകത്ത് ടോയ്ച്ചേട്ടനിരിക്കുന്നു. അപ്പോൾ അഷ്കർ ഇങ്ങനെ പറഞ്ഞേ അതിൻ്റെ ഉത്തരമാണിപ്പോൾ പോയത്. അതായത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് കഷ്ടപ്പെട്ട് പൊരി വെയിലത്ത് അലഞ്ഞ് തിരിഞ്ഞ് ഓഡീഷന് പോയി നശിഞ്ഞ് സ്റ്റാറായ ഒരാളാണ്. സൈലൻസ് ആൻഡ് സ്റ്റിൽനെസ് എന്നുള്ളൊരു കാര്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈലൻസും സ്റ്റിൽനെസ്സും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പെർഫോമൻസ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ പുലി വരുമ്പം അതിൽ നിന്നിങ്ങനെ പേടിച്ചിട്ട് അതിൽ നിന്ന് ഒളിക്കുന്ന ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒളിക്കുന്ന ഒരു ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ വണ്ടർ അടിച്ചു. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ആ ഒരു കാര്യം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സൈലൻസും ആ ഒരു സ്റ്റിൽനെസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അൽപാച്ചിനോ അറിയാലോ, ആക്ടർ. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഞാൻ ഒരുപാട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനിത് കേൾവിയുള്ളൊരു കഥയാണ്. അദ്ദേഹത്തോട് അവിടെ ഉണ്ടായിരുന്നൊരു ഇൻ്റർവ്യൂവർ, ഒരു മീഡിയ ചാനലിൻ്റെ ഒരു വക്താവ് ചോദിച്ചു, ചില സീനിലൊന്നും ഡയലോഗ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഡയലോഗ് പറഞ്ഞൊരു ഫീല് ഞങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ സൈലൻസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഡയലോഗ് പറയുന്നത് മാത്രമല്ല അഭിനയം എന്ന് പറയുന്നത്, ഡയലോഗ് പറയാതിരിക്കുന്നതും ഒരു അഭിനയമാണ്. ഡയലോഗ് പറയാതെ, അതായത് ഞാൻ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ബെസ്റ്റ് ആക്ടേഴ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു തിയറി ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഡയലോഗ് വേണം എന്നില്ല, എനിക്ക് ആ കഥാപാത്രത്തിലേക്ക് ഇന്നാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പെർഫോമൻസ് തോന്നിയപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ആക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒരു നല്ല നടന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തെളിയിക്കാൻ, അദ്ദേഹം ഒരു നല്ല നടനാണെന്ന് തെളിയിക്കാൻ ഡയലോഗിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാം. അതൊരു ഡയലോഗ് ഡെലിവറി മൂലം ആയിരിക്കണമെന്നില്ല. അത് നോട്ടം കൊണ്ട് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചേഷ്ടകൾ കൊണ്ട് ചെയ്യാൻ പറ്റും, കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റും, എന്തും. സോ ഐ ഓൾവേസ് ബിലീവ് ദാറ്റ്. എനിക്ക് ആ തിയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡയലോഗിൻ്റെ ആവശ്യമില്ല ഒരു നടൻ അദ്ദേഹം അടിപൊളിയാണെന്ന് തെളിയിക്കാൻ. ഇപ്പോൾ ചിലവരിങ്ങനെ പറയാറുണ്ട്, ഡയലോഗ് എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ ഡയലോഗ് ഇല്ല, അല്ലാതെ എന്തെങ്കിലും വേണം. പക്ഷേ ആ ഒരു സ്പേസ് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെളിയിച്ചൊരു ആളാണ്. അതെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ സ്പേസ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തു. എനിക്കന്ന് 10-21 വയസ്സേ ഉള്ളൂ, പയ്യനാണ്. ആ സമയത്ത് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിഖിൽ തോമസ് എന്ന് പറയും. നിഖിലേട്ടൻ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. നിഖിലേട്ടനാണ് ഉള്ളൊഴുക്കൊക്കെ അസോസിയേറ്റ് ചെയ്തത്, ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ഒരു സമയത്ത് പയ്യനാണല്ലോ, ഒരു സമയത്ത് ഞാൻ നിഖിലേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ന് എനിക്ക് ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. നിഖിലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല ഡയലോഗ് ഇല്ല. ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചു. പുള്ളി പറഞ്ഞു, ഒരു നല്ല നടന് ഡയലോഗ് വേണമെന്നില്ല ആരോമൽ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ആക്ച്വലി ശരിയാണ്, ഒരു നല്ല നടന് പെർഫോം ചെയ്യാൻ ഡയലോഗ് വേണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പുള്ളി നോർമലായിട്ട് പറഞ്ഞു. ഈ ഇൻ്റർവ്യൂ നിഖിലേട്ടൻ കാണുന്നുണ്ടെങ്കിൽ നിഖിലേട്ടൻ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. തൃശ്ശൂർ വെച്ച് ഒരു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ആ സീൻ. നിഖിലേട്ടൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ നോർമലായിട്ട് പറഞ്ഞായിരിക്കാം, പക്ഷേ എനിക്കത് കേട്ടപ്പോഴത്തേക്കും കൊള്ളാമല്ലോ, ശരിയാ, ഡയലോഗ് ഒന്നും ഇല്ലെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. ആക്ച്വലി എനിക്ക് ആ സീനിൽ ഡയലോഗ് ഇല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് എന്തോ എക്സ്പ്രഷൻസ് മാത്രമേ ഉള്ളൂ. അത് റിയാക്ഷൻസ് കൊള്ളാമെന്ന് ലിയോ സാർ വന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിന് വേറൊരു എക്സാമ്പിളും കൂടെ ഉണ്ട്, മറ്റേ മങ്കി ക്യാപ്പ് വെച്ചിട്ടുള്ള
ആ അത് വേറൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലും നമ്മൾ പെട്ടെന്ന് കനകകാമിനി കലഹം. കനകങ്കാമിനി കലഹത്തില് ആ ഒരു മങ്കി ക്യാപ്പ് വെച്ചിട്ടുള്ള നമ്മൾ പെട്ടെന്ന് ഞാൻ പിന്നെ അത് നോട്ടീസ് ചെയ്തത്. കാരണം അതിലും ഭയങ്കരമായിട്ടും ബ്ലെൻഡ് ഞാനന്ന് ആയിട്ടുണ്ട്. മനസ്സിലായോ? അത് മനസ്സിലായില്ല. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒന്നുകൂടെ റിവാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. കനകകാമിനി കലഹം ലൈക്ക് എനിക്ക് ഒരു ഡയലോഗാണുള്ളത്, ശിവദാസ് കണ്ണൂരിൻ്റെ കൂടെ ഒരു ഡയലോഗാണുള്ളത്. പക്ഷേ ഞാൻ ത്രൂ ഔട്ട് ഉണ്ട്. ആ സിനിമ എടുത്തു നോക്കിയാൽ ആ ഫ്ലോറിലാണ് നടക്കുന്ന കഥയാണ്. നിവിൻ ചേട്ടൻ, ഗ്രേസ് ചേച്ചി, രാജേഷ് മാധവൻ, വിനയ് ഫോർട്ട്, വിനയേട്ടൻ്റെ ഒക്കെ കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ ഫ്രെയിമിൽ ഞാനും ഉണ്ട്. ശിവദാസ് കണ്ണൂർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഞാനുണ്ട്. പക്ഷേ ഡയലോഗില്ല, റിയാക്ഷൻസ് മാത്രം. അപ്പം അതും ഞാൻ പറഞ്ഞ അതും ഞാൻ സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ആളുകൾക്ക് അറിയില്ല. അതാരുടെയും കുറ്റമൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും നോട്ടീസബിളായിട്ട് ചെയ്താലേ ആളുകൾ അറിയുള്ളൂ. പക്ഷേ അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഞാൻ ആ ചെയ്യുന്ന സമയത്ത് ഡയലോഗ് ഇല്ലെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ഞാനത് എൻജോയ് ചെയ്യും. എനിക്കൊരു ഡയലോഗ് ഇല്ലാത്ത അല്ലെങ്കിൽ റിയാക്ഷൻസ് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടി വന്നാൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. കാരണം അത്യന്താപേക്ഷികമായി എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഐ വാണ്ട് ടു ബി ആൻ ആക്ടർ. അതിനൊരു അതിർവരമ്പ് ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും. അതിൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ടും. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം നമ്മുടെ ടോബി ചേട്ടനോട് കൂടെയും പിന്നെ ബേസിൽ ജോസഫിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള കുറേ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻസ് ഭയങ്കരമായിട്ടും എനിക്ക് ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം ഈ ഒരു ജേർണിയിൽ അവരെത്രമാത്രം ആരോമലിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹൗ ദി മോൾഡ് യു? എൻ്റെ ജേർണിയിൽ ടോവിനോ തോമസിൻ്റെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫാനാണ്. ഞാൻ പുള്ളീനെ കാണുന്നത് മെക്സിക്കൻ അപാരത എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ അന്ന് ആ സിനിമയിൽ അഭിനയിക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അവിടെ വെച്ച് ഞാൻ കണ്ട് മറ്റുള്ളവരോടൊക്കെ കളിച്ചും ചിരിച്ചും സംസാരിക്കുന്നത് ടോബി ചേട്ടനുണ്ട്. അന്ന് എന്നെ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം അപ്പോഴത്തേക്കും പോയി. അതിനുശേഷം പല സ്ഥലത്തൊക്കെ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നുകൂടെ അടുത്ത് ഞങ്ങൾ ഇടപഴകുന്നത് നടികർ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അഭിനയിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത്. എന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായി മനസ്സിലാവണമെന്നില്ല. അങ്ങനെ വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നടികറിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അഭിനയിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആ കഥ അറിയാമല്ലോ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ്. അപ്പം ആ സമയത്തൊക്കെ ഇദ്ദേഹം എന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരോമലേ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും എന്നെ വിളിച്ചിങ്ങനെ ഞാൻ ഓടി അടുത്ത് വരുമ്പോൾ ഒരു സീനിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയൊരു സംഭവം, ഞങ്ങളുടെ ആ ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, നടികർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടോബി ചേട്ടനുമായിട്ട് ഒരു സീനിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്ന് ഇങ്ങനെ ഫ്രെയിമിൽ നിൽക്കണം. അപ്പോൾ എടാ ആരോമലേ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ടോബി ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഡെവി സാർ എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ സാറിൻ്റെ ടോബി ചേട്ടൻ്റെ കോസ്റ്റ്യൂം ഒക്കെ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഞാൻ അവിടുന്നേ ഓടി വരണം. അതാണ് ഷോട്ട്. ഞാൻ ഓടി വരണം. തലേ ദിവസം മഴ പെയ്തിരുന്നു. ഈ ടോബി ചേട്ടൻ വന്ന് നിന്ന സ്ഥലത്ത് മഴ പെയ്തിട്ട് കുറച്ച് ഒന്ന് തെന്നും അവിടെ. അപ്പോൾ ടോബി ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്, എന്നെ കാണുന്നില്ല. ഞാൻ വരുന്നു ആക്ഷൻ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. ഞാൻ ഓടി വന്നപ്പോൾ അറിയാണ്ട് തെന്നിപ്പോയി ടോബി ചേട്ടൻ്റെ കൈയുടെ അവിടെ കിട്ടൊരു ഇടിച്ചു. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടാവും പുള്ളിക്ക്. കാരണം എനിക്ക് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കാല് തെന്നിപ്പോയിട്ട് ഞാൻ തട്ടിയതാണ്. ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തെ ഉപദ്രവിച്ചതല്ല. വേറെ ഏതെങ്കിലും ഒരു നടനാണെങ്കിൽ ചിലപ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്ന് എനിക്കറിയില്ല. കാരണം മനുഷ്യന്മാരല്ലേ, വേദന റിഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ആരെങ്കിലും ആയിരുന്നാൽ ചിലപ്പോൾ എന്നെ എടുത്ത് ഉടുത്തേനെ. ഇടിച്ചു പെട്ടെന്ന് ഇദ്ദേഹം ഇതായി. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ ചേട്ടാ അറിയാതെ പറ്റിയതാണ്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നീ ഓക്കെ അല്ലേ? ഞാൻ ഇനി വരുമ്പോൾ നീ ഒന്ന് നോക്കി വന്നാൽ മതി. അങ്ങനെ അതൊന്ന് കുറച്ച് മാറി വന്ന് ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഇത് എന്നെ അദ്ദേഹത്തിൻ്റെ ഫാനാക്കി കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളും കാര്യങ്ങളും ഒക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ട്രഗ്ലിങ് പോയിന്റിൽ ഞാൻ ടോബി ചേട്ടനെ കണ്ടിട്ടുണ്ട്. സിനിമയുടെ പേര് പറയുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് IMA ഹാളിൽ ഓഡീഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഓഡീഷനുണ്ട്. ഞങ്ങൾ നേരെ താഴത്ത് വന്ന് ഈ IMA ഹാളിൻ്റെ സൈഡിലൊരു നട എഴുതുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഫ്രണ്ടിൻ്റെ പേര് അഷ്കർ എന്നാണ്. അഷ്കറിനെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും അഷ്കറും കൂടെ സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, അത് ഇനി ഓഡീഷനൊക്കെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, മെക്സിക്കൻ അപാരതയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ അപ്പോൾ അഷ്കർ പറഞ്ഞു ശരിയാവുമായിരിക്കും, പേടിക്കണ്ട, അത്
ഞാൻ പറഞ്ഞു എനിക്ക് തോന്നണല്ലടാ, ഇതിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഓഡിഷൻ പോവാം, ഇത് പരിപാടി കാരണം ഒരുപാട് പേരുണ്ട്, നമ്മളെ എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ഞാനിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സത്യത്തിലൊരു അൽക്കുലത്ത് മട്ട എൻ്റെ തൊട്ട് പറ്റേക്കൂടെ ഒരു ഓടി Q7 പോണു, KL 45 Q7, അതിനകത്ത് ടോയ്ച്ചേട്ടൻ ഇരിക്കുന്നു. അപ്പോൾ അഷ്കർ ഇങ്ങനെ പറഞ്ഞേ അതിൻ്റെ ഉത്തരാണിപ്പോൾ പോയത്. അതായത് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് കഷ്ടപ്പെട്ട് പൊരി വെയിലത്ത് അലഞ്ഞ് തിരിഞ്ഞ് ഓഡീഷന് പോയി നശിഞ്ഞ് സ്റ്റാറായ ഒരാളാണ്. അത്രയും കഷ്ടപ്പെട്ട് സ്റ്റാറായ ഒരാളാണ്. അപ്പോൾ ഞാനും അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് വേറെ ആരെയാണ് എക്സാമ്പിളായിട്ട് എടുത്ത് പഠിക്കാനുള്ളത്? എനിക്ക് അപ്പത്തെ ഞാൻ പല സ്ഥലത്തും അങ്ങനെ എനിക്ക് ടോയ്ച്ചേട്ടനുമായിട്ടുള്ളൊരു ഇത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ പല സമയത്തും എന്നെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാനൊരു ഫാനാണ് അദ്ദേഹത്തിന്. എൻ്റെ കരിയറിൽ ടൊവിനോ തോമസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അധ്യായമാണ്. എനിക്ക് അത്രയും അന്ന് ഞാൻ എങ്ങനെ കണ്ട ടോയ്ച്ചേട്ടനാണോ ഇന്നും അതുപോലെയാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാറ്റം എനിക്കിപ്പോഴേ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ഇന്ന് കാണുന്ന ആ ചേട്ടൻ തന്നെ ആയിരിക്കും അന്ന്. എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹത്തെ മറന്നുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് പുള്ളിനെ. അതുപോലെ ബേസിൽ ജോസഫ്, ബേസിലേട്ടനെ ഞാൻ ഈ അതിരടിയിലാണ് കാണുന്നത്. ബേസിലേട്ടനും സെയിം വൈബാണ് പുള്ളി. ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളിയോട് സീൻ ഞാൻ പറയുന്നില്ല, പടം മെയ് 14 റിലീസാണ്. അതും ഞാൻ ഈ പറഞ്ഞ ഒരു മലയാളത്തിൽ ഒരു കിടിലൻ പടം തന്നെ, ഒരു വൺ ഫെസ്റ്റിവൽ പരിപാടി ആയിരിക്കും ആ പടം. ആ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബേസിലേട്ടനെ നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് ഫെബ്രുവരി 28, 2018 ഞാൻ ബേസിലേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. പുള്ളിയുടെ എനിക്കിപ്പം ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അത് എടുത്ത് പണ്ട് ഗോതയൊക്കെ ഇറങ്ങണതിനൊക്കെ മുമ്പ്, മെസ്സേജ് അയക്കണതിനൊക്കെ മുമ്പ്, ഗോത ഇറങ്ങണതിന് മുമ്പ് ഞാൻ ബേസിലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ, അന്ന് ചേട്ടൻ മറ്റേ ചെന്നൈയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചെന്നൈയിലുണ്ട്. ഞാൻ ബേസിലേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ എൻ്റെ പേര് ആരോമൽ എന്നാണ്, ചെന്നൈയിൽ വന്നാൽ മീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പറ എന്ന് പറഞ്ഞു. അന്ന് കുഞ്ഞിരാമായണം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നാൾ ചെന്നൈ ചെന്ന് പുള്ളിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ നാട്ടിലേക്ക് വന്നു, ഇവിടെ ഗോദ എന്ന് പറഞ്ഞൊരു പടം തുടങ്ങി, അടുത്തൊരു പടത്തിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ബേസിലേട്ടനുമായിട്ടുള്ള ആദ്യത്തെ ഇത് ഞാൻ ഇന്ന് വരെ ബേസിലേട്ടനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ, നായകനാവുന്ന സിനിമയിൽ എനിക്കൊരു നല്ല വേഷം ചെയ്യാൻ പറ്റി. അതും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു പരിപാടി എനിക്ക് പിടിക്കാൻ പറ്റി. അതും ഞാൻ ഈ പറഞ്ഞോണം എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ബേസിലേട്ടനും ഈ പറഞ്ഞോണം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന അതിരടി ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ബേസിലേട്ടൻ. നമുക്ക് ഒരു കട്ടവേ സെഷനിലേക്ക് പോകാം. ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർ പോലെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷനാണ്. ഞാൻ കുറച്ച് വൺ വേർഡ് ചോദിക്കും, അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ വൺ വേർഡിൽ ഒതുക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ ഫിലിം ദാറ്റ് ചേഞ്ച്ഡ് ദ വേ യു സീ ആക്ടിങ്. ലാൽ സാറിൻ്റെ ഗുരു. ഓസ്കാർ പോയിട്ടുള്ള അതെ, ഗുരു എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന സിനിമയാണ്. ഞാൻ അതുപോലെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ മച്ചാൻ ചെയ്യണ പോലെയൊന്നും പിടിക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും ആ പ്രായം അതാണല്ലോ. ഞാൻ എൻ്റെ ഏതാണ്ട് 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇത് ടി വിയിൽ കാണാം. അതിന് മുമ്പേ പടം റിലീസായിട്ടുണ്ട്. അതുപോലെയൊക്കെ ഞാൻ ചെയ്ത് നോക്കി. ഇതിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഒരു മ്യൂസിക് പോലെയാണ് ആ പടത്തിൽ ലാൽ സാറിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര രീതി അദ്ദേഹത്തിന്റെ കണ്ണിൽ പിടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കൈയൊക്കെ ഇങ്ങനെ വിറച്ചിട്ടാണ് പുള്ളി എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിലൊരു മാറ്റം വന്ന സിനിമ ഗുരുവാണ്. റോൾ യു വിഷ് യു കുഡ് പ്ലേ സംഡേ, ഒരു ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റോൾ. 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ സിനിമയിൽ ലാൽ സാറിൻ്റെ റോൾ. വേറൊന്നും എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. ആ പടത്തിൽ ആ വേഷം കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വേഷമാണ്. നല്ല സിനിമയാണ്, നല്ല വേഷമാണ്. ഇനി മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണർ ഉണ്ടായിരിക്കുമല്ലോ, അതേതായിരിക്കും? ജോണർ ഹ്യൂമർ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഹ്യൂമർ തോന്നുന്നു ഭയങ്കരമായിട്ടും പറ്റും. നമ്മുടെ സജിമോൻ നമ്മുടെ ഒപ്പീസി അതിൽ ഭയങ്കര രസമായിട്ടുണ്ടായി. ഒരു സ്ലാങ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. എനിക്ക് ആക്ച്വലി ഹ്യൂമർ പറ്റും, എന്നെ കൊണ്ട് ആരും ചെയ്യിപ്പിക്കാതെ. ഷോർട്ട് ഫിലിംസിലാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ കാളിയകുന്ന് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ് എൻ്റെ കുറച്ച് വൈറലാവുന്ന ഒരു ഷോർട്ട് ഫിലിം. ഈ ഷോർട്ട് ഫിലിമിൽ ഞാൻ പ്രേതമായിട്ട് അഭിനയിക്കുന്നത്, ചിരിയില്ല. അതും അക്ഷയ് തന്നെ ഡയറക്റ്റ് ചെയ്തത്.
ചിരിയില്ല. അപ്പോൾ അപ്പം തൊട്ട് ഇനി ഞാൻ എൻ്റെ ഈ പെർഫോമൻസും ഞാൻ കുറച്ച് ഡാർക്ക് പരിപാടിയാണ് പിടിച്ചേക്കണം. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല ആരും. ഈ ഹ്യൂമർ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് ഹ്യൂമർ പറ്റും കേട്ടോ, നന്നായിട്ട് ചിരിപ്പിക്കാനും പറ്റും. കാരണം സജിമോൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ഒപ്പീസിലാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ആക്ടർ ഉണ്ണിലാലും എൻ്റെ അടുത്ത് നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ, താനാണോ ഈ ഡാർക്ക് അടിച്ച പരിപാടികളൊക്കെ പിടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഹ്യൂമർ ചെയ്യാനും ഇഷ്ടം. പക്ഷേ ഇനി എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഒരു ഹ്യൂമർ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് നടക്കട്ടെ. താങ്ക് യു. തിയേറ്റർ ഓർ സിനിമ? സിനിമ. ഇപ്പോൾ സിനിമയാണ്. മെത്തേഡ് ആക്ടിങ് ഓർ ഇൻസ്റ്റിങ്ക്റ്റീവ് ആക്ടിങ്? ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ് ഐ ഗെസ്. അത് ആ കഥാപാത്രം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പിന്നെ ചില ഇപ്പം മെത്തേഡ് ആക്ടിങ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അതിൻ്റെ മീറ്റർ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യണം. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട ചില മെത്തേഡ് ആക്ടിങ്ങിലും ഞാൻ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു മൊമെൻറ്റ്സും അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കുന്നൊരു രീതിയും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന രീതിയൊക്കെ പെട്ടെന്ന് തോന്നുന്നതായിരിക്കും. അപ്പോൾ സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ് ഐ ഗെസ്. Then one word to describe sorry. ഒത്തിരി പറയാനുണ്ടെന്നല്ലേ? You have to give me some time for that because ഒരു one word കൊണ്ട് ഒതുക്കാൻ പറ്റുന്നതല്ല. ഒതുക്കാൻ പറ്റില്ല. ഒതുക്കാൻ പറ്റരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഒരു വാക്കുകൊണ്ട് എനിക്ക് സോറി കാരണം എൻ്റെ പറയാം മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇമോഷണലാവും ഞാൻ. എൻ്റെ അമ്മയാണെങ്കിലും സോറിയെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഇമോഷണലാവും. ആ സിനിമയിൽ 1-2 ആളുകളെ ഇപ്പം അക്ഷയ്ക്കൊക്കെ ആണെങ്കിലും എനിക്കും അക്ഷയ്ക്കും എൻ്റെ അമ്മയുടെയൊക്കെ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറാണ് സിനിമയുടെ. ഞങ്ങൾ കരയും, ലിറ്ററലി ഞങ്ങൾ കരയും അതിനെ പറ്റിയൊക്കെ പറയണമെങ്കിൽ. അപ്പോൾ എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണ്. എൻ്റെ ജീവിതത്തിനെ ഇതിങ്ങനെ എടുത്ത് വേറൊരു പേസിലേക്ക് കൊണ്ടുപോയ സിനിമയാണ് സോറി. സോ ലൈഫ് ചേഞ്ചിങ് എന്ന് പറയാം, വേണമെങ്കിൽ പറയാൻ പറ്റരുതെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പറയേണ്ടി വരും. ലൈഫ് ചേഞ്ചിങ് എൻ്റെ ലൈഫാണ് സോറി. ഇനി മുന്നോട്ട് ഉള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്നത് അതിരടിയും ആൻഡ് കോസ്മിക് സാംസൺ ആണ്. എത്രമാത്രം എക്സൈറ്റഡ് ആണ് ആ ഒരു വർക്കിൽ? ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അതിരടിയും കോസ്മിക് സാംസണും അതെ. എനിക്ക് ഇതിൻ്റെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടും ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതും ബേസിലേട്ടൻ്റെ കൂടെ, ടോവിച്ചേട്ടൻ്റെ കൂടെ, വിനീതേട്ടനുണ്ട് ആ പടത്തിൽ അതിരടിയിൽ. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സന്ദീപിൻ്റെ കൂടെ ഞാൻ പടക്കളം ചെയ്തിട്ടുണ്ട്. സന്ദീപ് എൻ്റെ വെരി ഗുഡ് ഫ്രണ്ടാണ്, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ ഗ്രോത്തും ഈ പറഞ്ഞോണം ഞാൻ വളരെ അടുത്ത് നിന്ന് എക്കോയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അവനെ എക്കോ കഴിഞ്ഞിട്ട് ഞാൻ അളിയാ എനിക്ക് ഭയങ്കര വർക്കായിടാ നിന്നെ എന്നൊക്കെ അത്രയും കംഫർട്ടബിളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂടെ അഭിനയിക്കുന്നു. ഈ 2 പ്രൊജക്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റ് ചെയ്യിക്കുന്ന, ഈ വർഷം ഞാൻ പൊളിക്കും എന്ന് എനിക്ക് തോന്നുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് സക്സസ് ആവട്ടെ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ തീ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഹൗ യു ഫീൽ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീലുകളാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ആഷ്ലി വന്നിട്ടുണ്ട്. ആഷ്ലി എൻ്റെ അടുത്ത് ആഷ്ലിയുടെ ഇതിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പോഴാണ് നിങ്ങളുടെ ഈ പേജ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയിലേക്ക് വരാനിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ സോറിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ചാനലുകാരെ വിളിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ നമ്മളൊരു ഫെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഇത് കാണിച്ചില്ല. പക്ഷേ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, എൻ്റെ ഫെയിം കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതില്ല എന്ന് ഉത്തമ ബോധ്യം നിങ്ങൾക്കും ഉണ്ട്. എന്നാലും എന്തൊക്കെയോ ഇയാൾ ചെയ്യുന്നുണ്ട്, ഇയാൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്നെ വിളിച്ച് ഇവിടെ വന്ന് ഇത്രയും ഒരു സ്ഥലത്ത് കംഫർട്ടബിൾ ആക്കി നിങ്ങൾ ചെയ്തു. സോ അതിന് ഒരു വലിയ താങ്ക്സ്. ആൻഡ് ഞാൻ ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ, നിങ്ങളുടെ കൂടെ ഇനിയും ഇന്റർവ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. നമുക്കും അതിന് പറ്റട്ടെ, എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്. ശരിക്കും ഒരു പ്രൊമിസിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ശരിക്കും. കാരണം എല്ലാ പെർഫോമൻസും ഞാൻ കണ്ടപ്പോഴും ഒരു വേഴ്സറ്റാലിറ്റി ആ ഒരു പെർഫോമൻസിൽ എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.